ഹായ്, വെൽക്കം ടു കണക്ട് ഷാൻഡിയ. കേരളം എന്ന പേര് എങ്ങനെ ഉണ്ടായെന്ന് നമ്മളോട് ആരോടെങ്കിലും ചോദിച്ചാൽ കേരളം കേരവൃക്ഷങ്ങളുടെ നാട് എന്ന ലഘുവായ ഉത്തരം മാത്രം. പക്ഷെ ചരിത്രകാരന്മാർ ഒന്നും തന്നെ ഇത് അംഗീകരിക്കുന്നില്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് ആരംഭിക്കാം. കേരളത്തിന്റെ ഒരു ഭാഗം കടലും മറ്റൊരു ഭാഗം സഹ്യപർവ്വതത്തിനാൽ ചുറ്റപ്പെട്ട മലനിരകളുമാണ്. കേരളം പണ്ട് അറബിക്കടലിനടിയിലായിരുന്നു എന്നുള്ളത് നമ്മളിൽ ചിലർക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരു ഐതിഹ്യം തന്നെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. പണ്ട് പരശുരാമൻ തന്റെ ആയുധമായ മഴു ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് കടലിന് മുകളിലൂടെ എറിഞ്ഞു എന്നും അത്രയും കടൽ പിൻവാങ്ങിക്കൊണ്ട് കേരളം ഉണ്ടായി എന്നത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഐതിഹ്യമാണ്. കേരളോൽപ്പത്തി എന്ന പഴയ കേരള ചരിത്ര ഗ്രന്ഥത്തിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ചരിത്രപരമായും വസ്തുതാപരമായും യാതൊരു അടിസ്ഥാനവും ഇതിനില്ല. വില്യം ലോഗൻ ഇതിനെ ഐതിഹാസികപരമായ ഒരു അസംബന്ധം എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് കേരളത്തിന്റെ മലയാള ഭാഷയ്ക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. എന്നോ ഉണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും ഭൂകമ്പങ്ങളുടെയും ഫലമായിട്ടായിരിക്കും കേരളം ഉണ്ടായിട്ടുണ്ടാവുക. സഹ്യന് സമീപം കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള രാജ്യത്തിന് ആദ്യത്തെ പേര് ചേരം എന്നാണെന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടട്ട് പറഞ്ഞിട്ടുള്ളത്. സഹ്യന്റെ ഭൂമിശാസ്ത്രപരമായി ചാരൽ എന്ന തമിഴ് പദത്തിന് അർത്ഥം മലഞ്ചെരിവ് എന്നതാണ്. ചേരൽ എന്നത് കാലക്രമേണ ചേരനാട് എന്നാവുകയും ചേരനാട് അല്ലെങ്കിൽ കേരളം എന്നായി തീർന്നു എന്നതാണ് ഒരു കഥ. പഴയ കേരള കൃതികളിലെല്ലാം തന്നെ കേരളത്തെ ചേരനാട് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ചേർ പ്ലസ് അളം ചേരളം എന്നായി തീർന്നുവെന്നും ഒരു കഥയുണ്ട്. ചേരെന്നാൽ ചെളി, അളം എന്നാൽ സ്ഥലം. പണ്ട് കാല കൃതികളിലെല്ലാം തന്നെ ചേരളം എന്നായിരുന്നു പ്രസ്താവിച്ചിരുന്നത്. ചേരളം കേരളം എന്നത് ഒറ്റ വാക്കിന്റെ വകഭേദങ്ങൾ മാത്രം. എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയെങ്കിൽ please subscribe my channel and enable the bell icon. Thank you and bye bye.